ഹായ് ഗായ്സ്, ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഒരു പഴയ കാല സംഭവങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ അലിഗേഷനായി മാറിയിരുന്ന സിനിമ വിവാദമാണത്. ഇൻഡസ്ട്രി ഒരു വിവാദമായിരുന്നു. യൂട്യൂബർ ആളെല്ലാം അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആ ചർച്ചകൾ എല്ലാവരും ചെയ്തു എന്ന് അറിയാം. നമുക്കും ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ സംസാരിക്കണമെന്നുണ്ട്. വ്യക്തമായി അദ്ദേഹത്തെക്കുറിച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശരിക്കും നടന്ന ഒരു സംഭവമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ പാവമായിരുന്നു. അദ്ദേഹത്തെ ആറാം തമ്പുരാനിൽ നിന്ന് ആ സീൻ വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആ ഒരു ക്യാരക്ടറൊക്കെ ഇപ്പോൾ വളരെ വലിയൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറൊക്കെ ചെയ്തിരുന്ന ആ പാവം മനുഷ്യനെ ഇത്രയും ക്രൂരമായ ഒരു അടിയടിച്ച് രഞ്ജിത്തുന്നവരുടെ ആറ്റിറ്റ്യൂഡ് കാരണം, അഹങ്കാരം കൊണ്ട് അതിൻ്റെ മുച്ചട്ടയിൽ നിൽക്കുന്നു എന്ന് പറയാൻ അതൊരു അനുഭവം തന്നെയാണ്. ആ അനുഭവം പങ്കുവെച്ചു എന്നതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഏത് അനുഭവം പങ്കുവെക്കാം എന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അത് സത്യമാണെങ്കിൽ അത് ഏത് കാലത്തും ആ സത്യം ഒരിക്കലും മറഞ്ഞു നിൽക്കില്ല എന്നത് ഒരു പരമസത്യമാണല്ലോ. ആ സത്യത്തിൻ്റെ മറ്റൊരു സത്യമായി മാത്രമേ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഈ കുറിച്ച് നമുക്ക് ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അന്നടിച്ച അടിക്കുകൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് പിന്നിട്ട കാലമുണ്ട്. സിനിമയിലേക്ക് തിരികെ വരാത്ത ഒരു കാലഘട്ടവും ഉണ്ടായി. അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടിയാണ് രഞ്ജിത്ത് എന്ന സംവിധായകന് ഇപ്പോൾ ഹേമ റിപ്പോർട്ടും അന്ന് തൊട്ട് ഇങ്ങോട്ട് കൂവലും വിളിയും ഒക്കെ ഉണ്ടായതും ആ ഒരു കാരണത്താലാണെങ്കിൽ അതും നമുക്കൊന്ന് കാണാം. ആലപ്പി അഷ്റഫ്, കണ്ടതും കേട്ടതും എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയ്ക്ക് നൂറുകണക്കിന് ഹിറ്റുകൾ നൽകിയ സംവിധായകർ, നൂറുകണക്കിന് ഹിറ്റുകൾ നൽകിയ ഹീറോകൾ, തൊട്ടതെല്ലാം പൊന്നാക്കിയ എഴുത്തുകാർ, അത്തരം മഹാരഥന്മാർ മലയാള സിനിമയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാം മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുമുണ്ട്. അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴും അവർ വന്ന വഴികൾ മറക്കാത്തവരായിരുന്നു. പ്രശസ്തിയും സമ്പത്തും വർദ്ധിക്കും തോറും അതവർക്ക് നൽകിയ സമൂഹത്തോട് നന്ദി ഉണ്ടായിരിക്കണമെന്നുള്ള മഹത്തായ തത്വമാണ് വിവേകശാലികൾ എന്നും അനുവർത്തിച്ചു. പക്ഷേ ഇന്ന് ഇവിടെ ഏതാനും ചിത്രങ്ങൾക്ക് വിജയിപ്പിച്ചവർ അവരുടെ സ്വഭാവ പരിണാമം മൂലം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പടിയിറങ്ങി അവർ വെറുക്കപ്പെട്ടവരായി. അത്തരം ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ്. ആറാം തമ്പുരാൻ ഇദ്ദേഹം അഭിനയിച്ചു എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ കണ്ടതും കേട്ടുമെന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ, അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു. മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി. മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേ. പഴയ സ്നേഹവും പുഞ്ചിരിയും ഒക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു. പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു. ഐ ആം ദി സ്റ്റേറ്റ്, ഐ ആം ദ നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു.
രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു. രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. രഞ്ജിത്ത് പറയുന്നു, എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന്. ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. സിനിമ ചെയ്യുന്നത് ഒരു ക്രൈമായിട്ടാണ് രഞ്ജിത്ത് കാണുന്നത്. ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകൾ പല ഭാഗത്തു നിന്നും ഉയർന്നു. അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത്. ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി. മൊത്തത്തിൽ കിളിപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാലത്ത് രഞ്ജിത്തിനെ ഏത് വേദിയിലേക്കും കരഘോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിനെ വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി. IFFKയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ്. അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ തുടങ്ങി. ആരാധകർ കൈവിട്ടു. ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു. അവരും കൈവിട്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു. അന്നേരം ഗവൺമെന്റ് അദ്ദേഹത്തെ കൈവിട്ടു. അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ട് തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. വീണ്ടും അടുത്ത സംഭവ കഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം. അതുവരെ ഇദ്ദേഹം സ്വന്തം ഒരു അനുഭവം ജനങ്ങളുമായി പങ്കുവെച്ചതാണ്. അതാണ് ഈ ഒരു സത്യം എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ എയറിൽ പോവാനോ ട്രോള് വാങ്ങാനോ ഒന്നുമല്ല. പക്ഷെ രഞ്ജിത്ത് ചെയ്ത ആ അനുഭവ കഥകളിൽ പരമാർത്ഥമില്ലാത്തൊരു സത്യങ്ങൾ കൂടി എന്താണെന്ന് പറഞ്ഞാൽ, രഞ്ജിത്ത് ഒരു ഡയറക്ടറെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ കാണാനോ ആ രീതിയിൽ കണ്ടുകൊണ്ട് ജീവിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷെ രഞ്ജിത്ത് എന്ന നടനെ നമുക്കിഷ്ടവുമില്ല. കാരണം രഞ്ജിത്ത് എന്ന ഡയറക്ടറെയാണ് നമുക്ക് ആവശ്യം. രഞ്ജിത്ത് സ്ക്രീനിലില്ലെങ്കിലും പുറത്ത് നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. സിനിമയേക്കാളും അഭിനയം അദ്ദേഹം റിയാലിറ്റിയിൽ സംഭവിച്ചു. അപ്പോൾ റിയാലിറ്റിയാണ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളെ കൊണ്ട് സംഭവിക്കുക. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്ന ആ പാവ മനുഷ്യൻ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ വളരെ ഒരു സങ്കടകരമായൊരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ സീനൊക്കെ അദ്ദേഹം വളരെ നന്നായി ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന് ഗുണമോ ദോഷമോ അതാണ് രണ്ടാമത്തെ കാര്യം. സൗഹൃദവും അതിനുപരി ഒരു നടനെ വാല്യൂ കൽപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ ഒരു പച്ചമായ യാഥാർത്ഥ്യം കൂടി. സത്യം എപ്പോഴെങ്കിലും വെളിപ്പെടുമെന്നത് പരമാർത്ഥമാണ്. ആ അർത്ഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള മാനുഷിക പരിഗണന കിട്ടണമെന്നില്ല. മാനുഷിക പരിഗണന പോലും കിട്ടാത്ത ഒരു സംഭവം തന്നെയാണ്
മദ്യം ലഹരിയിൽ വളരെ ആറ്റിറ്റ്യൂഡ് ഇട്ട് അഹങ്കാരത്തിൻ്റെ ധ്വനിയിൽ സംസാരിക്കുന്ന രഞ്ജിത്തിനെ എങ്ങനെയാണ് ആ മനുഷ്യൻ സ്വീകരിക്കുക? ഒരു തമാശ പറഞ്ഞതിന് അടിച്ച് ചെവിക്കല്ല് പൊളിഞ്ഞു എന്നൊക്കെയാണ്. എന്ത് ദ്രോഹമാണ് ആ മനുഷ്യൻ രഞ്ജിത്തിനോട് ചെയ്തത്? അതാണ് തെറ്റായ രീതിയിൽ സിനിമാ മേഖലകൾ പോകുമ്പോൾ തകർന്നിടുന്നത് നിങ്ങളുടെ സാമ്രാജ്യവും ഒരുപാട് മനുഷ്യരുടെയും പ്രൊഫഷനും കൂടിയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയെ ഇല്ലാതാക്കുന്നത്. അത് സത്യമായ കാര്യമാണ്. ആരും അങ്ങോട്ട് വന്ന് ചെളിവാരി എറിഞ്ഞിട്ടോ യൂട്യൂബേഴ്സ് കുറവാർ പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ജനങ്ങളാണ് നിങ്ങളെ സ്വീകരിക്കേണ്ടത്. ആ ജനങ്ങൾ നിങ്ങളെ വെറുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കല്ലെടുത്തെറിയുന്ന ഒരു അവസ്ഥ വരുത്തുന്ന ഒരുപാട് സീനുകൾ സിനിമാ ഇൻഡസ്ട്രിയിൽ നമ്മൾ വരുത്തുന്ന കാര്യമൊന്നുമല്ല, സ്വയം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് ഈ ഒരു കുറ്റപ്പെടുത്തലുകളും ഈ ആഘോഷങ്ങളും. ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഇതിനെ ഒരു റിയാക്ഷൻ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളാരായി? മലയാളികളാരായി? സമൂഹത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നത് ഒരു പ്രേക്ഷകരുടെ മുന്നിൽ നമ്മളും കോമാളികളാവും എന്നതാണ്. പരസ്യമായി പറഞ്ഞാൽ രഞ്ജിത്ത് അതിനുശേഷം ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ച ഒരു ഡയറക്ടറാണ്. അദ്ദേഹം സിനിമയിലേക്ക് അയ്യപ്പൻ കോശിയുമെന്നൊരു സിനിമയിലേക്ക് വരെ വന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു സിനിമയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾക്കറിയില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മനുഷ്യനെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ആ പാവ മനുഷ്യൻ ഇന്ന് ഭൂമിയിലില്ല. അപ്പം അദ്ദേഹത്തിന് വീണ്ടും നമ്മൾ അപമാനിക്കാൻ വേണ്ടിയൊന്നുമല്ല, എന്നാലും അദ്ദേഹത്തെ അങ്ങനെ ദ്രോഹിച്ചപ്പോൾ രഞ്ജിത്ത് എന്ന സംവിധായകൻ എന്ത് കിട്ടി? അപ്പം അതാണ് ഒരു രോഗിയെയും എന്തു പറഞ്ഞാലും ഒരു രോഗിയെ തല്ലുന്നതിനെ കുറിച്ച്, അവരെ തല്ലിയതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചാൽ എന്നെ പോലുള്ള വ്യക്തികൾ പറയും ഒരു രോഗിയെ തല്ലാനേ പാടില്ല. അവരെ തല്ലിയാൽ പാപമാണ് കിട്ടുന്നത്. അവരെ തല്ലിക്കൊണ്ട് നിങ്ങൾക്ക് പ്രശസ്തിയോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു രോഗിയെ തല്ലിക്കൊണ്ട് എന്ത് മേന്മയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അവരുടെ വെറുപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അവർ ചെയ്ത ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടാവും. ആ ത്യാഗങ്ങളൊക്കെ എവിടെ കൊണ്ട് നിങ്ങൾ ഇല്ലാണ്ടാക്കും? ആ ത്യാഗങ്ങളെ നിങ്ങൾ വലിച്ചു ഒട്ടിച്ചു എന്ന് പറയും. അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ മറച്ചു വെച്ചായിരിക്കും അഭിനയിക്കുന്നത്. ആ അഭിനയം നിങ്ങൾ രോഗിയാണെന്നൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ ഒരു സിനിമയിൽ ആരെയും കൊണ്ടുവരുന്നത്. സിനിമയിൽ രോഗം എന്ന് പറയുന്ന ഒരു സത്യമുണ്ടെങ്കിൽ ഇന്ന് ജഗദീഷ് ശ്രീകുമാറിൻ്റെ അവസ്ഥ നോക്ക്. എത്ര പേർ നിസ്സഹാരനായി കരുതുന്നു. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമാ ഫീൽഡിൽ ഇരുന്ന് അഹങ്കരിക്കുകയും ചെയ്യാൻ പാടില്ല. അഹങ്കാര തലക്ക് പിടിച്ച രഞ്ജിത്തിൻ്റെ വളർച്ചകൾ വളരെ തോൽവിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലും ഇപ്പം പരാജയങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അദ്ദേഹം ഒരു നല്ല ഡയറക്ടറാണെന്ന് പറയാൻ ഇപ്പോൾ വളരെ ലജ്ജ തോന്നുന്നു. അദ്ദേഹം ഒരു നല്ല ഡയറക്ടർ ആയിരുന്നു, ഇപ്പോൾ അല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഇപ്പോൾ അദ്ദേഹം ഹേമ റിപ്പോർട്ടിൻ്റെ കമ്മീഷനിലെ ഒരു കുറ്റവാളികൾ എന്ന് പറയാൻ മാത്രമേ പറയൂ. സിദ്ദീഖും അങ്ങനെയുള്ളൊരു കേസിൽ പെട്ട് കിടക്കുകയാണ്. പിന്നെ ജയസൂര്യ, അങ്ങനെ പലരും, മുകേഷ്, ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ തെളിഞ്ഞാലേ യുവന്മാരെ നടൻ എന്നോ ഡയറക്ടർ എന്നോ വിളിക്കാൻ നമുക്ക് സമൂഹത്തിൽ കഴിയൂ. അല്ലാത്ത പക്ഷം ഇവരൊക്കെ ക്രിമിനൽസാണ്. ഇവരെ ക്രിമിനലായി മാത്രം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാതെ ഇവരെയൊന്നും വാഴ്ത്തിയിട്ടോ ഇവരെയൊന്നും പൊക്കി പറഞ്ഞുകൊണ്ടോ സമൂഹത്തിൻ്റെ നിലയും വിലയും കൂടാനോ അത് ഇല്ലതിൽ നിന്നും ഇനിയും കൂടി പോകാനോ സാധ്യമല്ല. കാരണം ഒരാൾക്ക് ഒരു ജന്മമാണുള്ളത്. ആ ജന്മത്തോടെ എല്ലാം സഫലീകരിക്കണം. നമ്മുടെ സമൂഹത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരുമുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇങ്ങനെയെങ്കിലും കഴിയുന്നുണ്ട് എന്നത് ചിന്തിച്ചുകൊണ്ട് ബൈ ഫോർ എവർ.